നമുക്ക് 2024 ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് മാക്രോ ഇക്കണോമിക്സ് എമർജ്ഡ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ ഓഫ് ദി ബുക്ക്. ഏതാണ് ആൻസർ? ദ ജനറൽ തിയറി, അതായത് കെയ്ൻസിന്റെ ജനറൽ തിയറിയാണ് ആൻസർ വരുന്നത്. അടുത്തത് GNP മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ NNP ആണ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അടുത്തത് ദ ഡിമാൻഡ് കർവ് ഓഫ് നോർമൽ ഗുഡ്സ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ് വെൻ. ഏതൊക്കെയാണ്? ഓൾ ഓഫ് ദി എബവ് ആണ്, അതായത് ഇൻകം ഇൻക്രീസസ് ഉണ്ട്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഇൻക്രീസസ് ഉണ്ട്, പോപ്പുലേഷൻ ഇൻക്രീസസ് ഉണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ഈസ് ആവറേജ് കോസ്റ്റ് ആണ്, അതായത് ഒരു യൂണിറ്റ് ഉൽപ്പന്നം നിർമ്മിക്കാൻ വരുന്ന ശരാശരി ചെലവാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് പ്രൈസ് ഇംപ്ലൈസ്. എന്താണ് മാർക്കറ്റ് പ്രൈസ് ഇംപ്ലൈസ്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന എല്ലാ അടിസ്ഥാന ചെലവുമാണ്, ഇതിൽ സർക്കാരിന്റെ നികുതിയും ഉൾപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, പോയിന്റ് ഓൺ ദി സപ്ലൈ കർവ് അറ്റ് വിച്ച് ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്, അതായത് വരുമാനവും ചെലവും തുല്യമായ ഇടത്താണ് കമ്പനി നോർമൽ പ്രോഫിറ്റ് കൈവരിക്കുന്നത്. If the cash reserve ratio is 10%, the value of money multiplier will be 10 ആണ്. അതെങ്ങനെയാണ് വരുന്നത്? 1/CRR ആണ് ക്രെഡിറ്റ് മൾട്ടിപ്ലെയർ കണ്ടെത്താനുള്ള ഫോർമുല. അപ്പോൾ 1/10% എന്ന് പറഞ്ഞാൽ =10. ഇനി 10th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മണി ഈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ചും ആണ്, യൂണിറ്റ് ഓഫ് അക്കൗണ്ടും ആണ്. അപ്പോൾ ബോത്ത് A and B. ആൻസർ ഓപ്ഷൻ സി ആണ്. സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു സാധനത്തിന്റെ അളവ് കുറയ്ക്കുമ്പോൾ സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് മറ്റൊരു സാധനത്തിന്റെ അളവ് എത്ര വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കാണിക്കുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി 10th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് ട്രേഡ് ആണ്. അടുത്തത് ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, നെയിം ദി സ്ലോപ്പ് ഓഫ് ദി PPC. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നത് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് രണ്ട് വസ്തുക്കളുടെ പരമാവധി ഉൽപാദന സാധ്യതകൾ കാണിക്കുന്ന വളവാണ്. ഇത് സ്ലോപ്പ് ഓഫ് ദി PPC എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അടുത്തത് സ്റ്റേറ്റ് ഹൗ ദി ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്റ്റ് ദി സപ്ലൈ കർവ് ഓഫ് എ ഫേം. ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒന്ന് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും ഒന്ന് എ റൈസ് ഇൻ ഇൻപുട്ട് പ്രൈസ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ കർവ് വലത്തോട്ട് മാറുന്നത് ഉൽപാദനക്ഷമത വർദ്ധിക്കുമ്പോഴാണ്. റൈസ് ഇൻ ഇൻപുട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ കർവ് ഇടത്തോട്ട് മാറുന്നത് എപ്പോഴാണ്? ഉൽപാദന ചെലവ് കൂടുമ്പോഴാണ്. ഇനി 13th ക്വസ്റ്റ്യൻസ് വരുന്നത് നെയിം ദി 4 മേജർ മാക്രോ ഇക്കണോമിക്സ് സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി, അതായത് ഹൗസ് ഹോൾഡ് സെക്ടർ, ബിസിനസ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, ഫോറിൻ സെക്ടർ. ഇങ്ങനെയാണ് 4 സെക്ടേഴ്സ് വരുന്നത്. 14th ക്വസ്റ്റ്യൻ എന്താണ്? 14th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ് വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. അതായത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തേക്ക് അളക്കാവുന്ന അളവാണ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൽത്ത്. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു കാലയളവിൽ അളക്കുന്ന അളവാണ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻകം, ഔട്ട്പുട്ട്, എക്സ്പെൻഡിച്ചർ ഒക്കെ നമുക്ക് ഫ്ലോക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി 15th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ബഡ്ജറ്റ്, സ്റ്റേറ്റ് എനി 2 ഒബ്ജക്റ്റീവ് ഓഫ് ദി ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്നത് സർക്കാർ ഒരു സാമ്പത്തിക വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവും കാണിക്കുന്ന പ്രസ്താവനയാണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച നേടുക, വരുമാന സമ്പത്ത് വ്യത്യാസം കുറയ്ക്കുക, സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ്. അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നെയിം ദി ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദി പവർ ഓഫ് ദി കമ്മോഡിറ്റി ടു സബ്സിഡി വാണ്ട്സ്. എന്താണ് നെയിം ദി ടേം? യൂട്ടിലിറ്റി ആണ്. ഇതിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് പറയാനാണ് പറയുന്നത്. എന്താണ് 2 ഫീച്ചേഴ്സ് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ്. അതേപോലെ തന്നെ രണ്ടാമതൊരു ഫീച്ചർ പറയുകയാണെങ്കിൽ വ്യക്തി, സമയം, സ്ഥിതി എന്നിവയ്ക്ക് അനുസരിച്ച് യൂട്ടിലിറ്റി മാറിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ AR ആൻഡ് MR പ്രൂവ് AR = P. AR എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വിൽപ്പനയിൽ ലഭിക്കുന്ന ശരാശരി വരുമാനമാണ്. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ AR = TR/Q ആണ്. MR എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് അധികം വിൽക്കുമ്പോൾ ലഭിക്കുന്ന അധിക വരുമാനമാണ്, അതായത് MR = ഡെൽറ്റ TR/ഡെൽറ്റ Q.
ഇനി നമുക്ക് AR ഇസിക്കൽ ടു P എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം TR എന്ന് വെച്ചാൽ TRൻ്റെ ഫോർമുല P ആൻഡ് Q ആണ്. ARൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചു. AR എന്ന് പറഞ്ഞാൽ TR ബൈ Q ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്താക്കും? ഈ TRൻ്റെ സ്ഥാനത്ത് നമുക്ക് TRൻ്റെ ഫോർമുലയായ P ആൻഡ് Q നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് AR ഇസിക്കൽ ടു P എന്ന് നമുക്ക് കിട്ടും. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ ദി ഡയഗ്രം ഷോയിങ് ദി സർക്കുലർ ഫ്ലോ ഓഫ് 2 സെക്ടർ മോഡൽസ്. 2 സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ അതിൽ ഫേംസും ഹൗസ് ഹോൾഡാണ് വരുന്നത്. ആദ്യം ഹൗസ് ഹോൾഡ് എന്താക്കും? ഫാക്ടർ സർവീസ് ഫേംസിന് കൊടുക്കും. ഇതിന് പകരമായിട്ട് ഫേംസ് എന്താ ചെയ്യണത്? ഹോൾഡിന് ഫാക്ടർ ഇൻകമായ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് കൊടുക്കും. ഹൗസ് ഹോൾഡ് ഇവ ഉപയോഗിച്ച് എന്ത് വാങ്ങും? ഫേംസിൻ്റെ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങും. അതായത് ഫേംസ് ഹൗസ് ഹോൾഡിന് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കും. ഇങ്ങനെ ഇതിങ്ങനെ ഒരു സർക്കുലർ വൃത്താകൃതിയിൽ ഇക്കോണമിയിൽ തുടർന്നു കൊണ്ടേയിരിക്കും. ഇതാണ് 2 സെക്ടർ മോഡൽ അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കൺസംഷൻ ഫംഗ്ഷൻ? ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻ ഓഫ് ദി കൺസംഷൻ ഫംഗ്ഷൻ ഐഡന്റിഫൈ C ബാർ ഇൻറ്റു C. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. C ഇസിക്കൽ ടു C ബാർ പ്ലസ് CY. എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ? കൺസംഷൻ ഫംഗ്ഷൻ എന്നത് കൺസംഷനും വരുമാനവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ്. അതായത് C ഇസിക്കൽ ടു F ഇൻറ്റു Y എന്നാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ എന്താണ് C ബാർ എന്നും എന്താണ് C എന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. C ബാർ എന്നത് ഓട്ടോണമസ് കൺസംഷനാണ്. അതായത് വരുമാനം ശൂന്യമായിരിക്കുമ്പോഴും ആവശ്യമായ ഉപഭോഗമാണ്. ഇനി C എന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. പിന്നെ Y ഇവിടെ ചോദിച്ചിട്ടില്ല. അതായത് Y എന്നത് വരുമാനമാണ്.